പരിപാവനമായ ഈ വേദിയിൽ ഈ നാടകം അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ടാക്കി തന്ന ദേവസ്വം ഭരണസമിതി അംഗങ്ങൾക്കും ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾക്കും ഉപദേശക സമിതി ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും കൊച്ചിൻ സംഘമിത്രയുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും പ്രകടിപ്പിച്ചുകൊള്ളട്ടെ. സഹൃദയരായ നല്ലവരായ നിങ്ങൾ ഓരോരുത്തർക്കും കൊച്ചിൻ സംഘമിത്രയുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും പ്രകടിപ്പിച്ചുകൊള്ളുന്നു. നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. കഥാപാത്രങ്ങളും അഭിനയിക്കുന്നവരും: ആഗതൻ സതീഷ് സംഘമിത്ര, ഗോവിന്ദൻ കോട്ടയം ശശി, പ്രദീപൻ ശ്രീകണ്ഠൻ കരീപ്ര, പോലീസ് കോൺസ്റ്റബിൾ ലോനപ്പൻ ചിലമ്പൻ, ഉപ്പായി മാപ്പിള ശശി വാളൂരാൻ, ഗാന്ധിമാർഗം പരമേശ്വരൻ മയക്കുപിടിക്കാരൻ എന്നീ വേഷങ്ങളിൽ ചമ്പക്കുളം ശ്രീകുമാർ, പാൽക്കാരൻ ഗുണ്ട പഞ്ചായത്ത് അധികാരി എന്നീ വേഷങ്ങളിൽ സണ്ണി അങ്കമാലി, തങ്കമണി സരിത, സുഭാഷിണി സ്വപ്ന, ദീപവിധാനം രാജൻ കാലടി, ശബ്ദനിയന്ത്രണം കുഞ്ഞുമോനാലപ്പി, രംഗസജ്ജീകരണങ്ങൾ സണ്ണി ആൻഡ് സന്തോഷ്, രംഗപടം ആർട്ടിസ്റ്റ് സുജാതൻ, നാടകരചന വാസൻ പുത്തൂർ, ഗാനരചന ചെമ്പഴതി ചന്ദ്രബാബു കൊന്നിയൂർ ഭാസ്, സംഗീതം ഷബി നായരമ്പലം ഫ്രാൻസിസ് വലപ്പാട്, ആലാപനം സുജിത സതീഷ്, ബിജു നാരായണൻ, വിജേഷ് ഗോപാൽ, റെക്കോർഡിംഗ് പൂച്ച എറണാകുളം, മാജിക് പരിശീലകൻ നിലമ്പൂർ സേതുമാധവൻ, നിർമ്മാണ നിർവഹണം കുഞ്ഞുമോൾ സതീഷ്, നാടക സംവിധാനം സതീഷ് സംഘമിത്ര. മുഖത്തൊരു ഉതിപ്പ് കാണുന്നു. കാറും കോളും ഒക്കെ പെയ്തൊഴിഞ്ഞില്ലേ? അതിന്റെ പുനരിപ്പം മഴ പെയ്തില്ലേ? എന്തൊരു മഴയായിരുന്നു. പഞ്ചായത്ത് കിണറ്റിൽ കാൽമുട്ടോളം വെള്ളം കയറി. 2 കുടം കോരിയെടുത്ത് ഞാനൊന്ന് കുളിച്ചു. അതേതായാലും നന്നായി. ഇനി 2 കുടം കോരിയെടുത്ത് ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. നാളെ മുതൽ ചായക്കട തുറക്കാൻ പോവുക. അത് നന്നായി. ഈയിടെയായിട്ട് തങ്കമണി ചേച്ചിയുടെ ചായക്കട ഇല്ലാത്ത കാരണം ഞാൻ രാവിലെ 2 അടിച്ചിട്ടാ ഒന്ന് ഉഷാറാകുന്നു. എന്നാലും ആ മണിയങ്കാളയ്ക്ക് എന്തോ ദിവ്യശക്തിയോ. അവന്റെ കഴുത്തിൽ കത്തി വെച്ചപ്പോഴേ കണ്ടില്ലേ ലക്ഷണം. ആകാശം പൊട്ടി വീണ പോലല്ലേ ഇടിവെട്ടിയത്. പിന്നെ കോരിച്ചൊരിയുന്ന മഴയെ. ആ മഴയത്തിട്ട അവന്റെ എല്ലും തോലും മാറ്റിയത്. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. ഇറച്ചി പങ്ക് വെച്ച് കിട്ടിയപ്പോ. അയ്യോ വിഷമിക്കണ്ട, തങ്കമണി ചേച്ചിക്ക് ഒരു ഓഹരി കൊണ്ടുവന്നിട്ടുണ്ട്. വെറും ഓഹരിയല്ല, ഊമ്പും കരലും സ്പെഷ്യലായിട്ടാ. പ്രദീപം തന്നയച്ചതാ. വരട്ടി തിന്നാൻ ബെസ്റ്റാ. അത് ഈ തങ്കമണിയുടെ അടുപ്പത്ത് വേവില്ലാന്ന് പറ. കൊണ്ടു കൊടുക്കാവനെ പച്ചക്ക് തിന്നട്ട. അവൻ പച്ചയ്ക്ക് തിന്നാനും മടിയില്ലാത്തവനാ. അതുകൊണ്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം ഒരു പരിഹാരം പറയാം. കാളയെ പിടിച്ചു കെട്ടിയാൽ പറയുന്ന അനുസരിക്കാമെന്ന് സുഭാഷിണി വാക്ക് പറഞ്ഞതല്ലേ. എന്തിനും പോകുന്ന ഒരുത്തരല്ലേ. കയ്യൂപ്പും മെയ്യൂപ്പും വേണ്ടുപോളും. എന്തിനാ പഠിക്കുന്നത്? ഈ വാശിയും വൈരാഗ്യവും ഒക്കെ കളഞ്ഞ് അവളെ അവര് പിടിച്ചു കൊടുത്തുകൂടെ? പോറ്റാൻ പ്രാപ്തിയുള്ള ഒരുത്തരെ ഏൽപ്പിച്ചെന്ന് തങ്കമണി ചേച്ചിക്ക് സമാധാനിക്കാം. അവന് പിടിച്ചു കൊടുക്കാൻ ഞാൻ കൊടിച്ചുപെട്ടി വളർത്തിയിട്ടില്ല. നേരെ തെറിയും കൊണ്ട് വർത്താൻ അപ്പ ആലോചിക്കാം. അടുക്കുന്ന മട്ടില്ല. വാശി കൂടുകയാണ്. കൂടണം. എങ്കിലല്ലേ കുന്നുംപുറത്ത് കുഴപ്പങ്ങളുടെ വേലിയേറ്റം സംഭവിക്കൂ. അയ്യോ, ഇനി ഇത് ഞാൻ എന്ത് ചെയ്യും? തിരിച്ചു കൊണ്ടില്ലാന്ന് വിചാരിച്ച അവൻ ചീറ്റും. ഈറ്റപ്പുലിയെ പോലെ. എന്നാ ഇവിടെ വെച്ചിട്ട് പോകാന്ന് വിചാരിച്ചാൽ തങ്കമണി ചേച്ചി ചെരവത്തടി കൊണ്ട്. പിന്നെ വേണമെങ്കിൽ കോയിന്നിന് കൊണ്ടുപോയി വരട്ടി തിന്നാം. അയ്യ, പച്ചയാണെങ്കിൽ എന്തൊരു സ്മെല്ല്. കൊതിയില്ലാഞ്ഞിട്ടല്ല, അതിനുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ടാണ്. നമസ്കാരം. സുഖം തന്നെ അല്ലേടാ? എന്തൊരതിശയം. ഒന്ന് ചിരിക്കാൻ പോലും പിശുക്ക് കാണിക്കുന്നു. ഉപ്പായിച്ചട്ടം വെളുക്കച്ചിരിക്കുന്നു, നമസ്കാരം പറയുന്നു. എന്തൊക്കെ മാറ്റങ്ങളായി കുന്നുംപുറത്ത് ഞാൻ കാണുന്നു. മാറുമെടാ, മാറും. ഈ കുന്നുംപുറത്ത് ഇനി മാറ്റങ്ങൾ ഉണ്ടാവും. നീ നോക്കിക്കോ. ഈ ഉപ്പായിച്ചേട്ടനെ പറയണേ. ഉപ്പായിച്ചേട്ടന്റെ ദിവ്യ
അതേതോ നേർച്ചക്കാളയാ. വേണ്ട കോയിന്നാ വേണ്ട. വെറുതെ കിടക്കണ കുന്നുംപുറത്ത് വർഗീയതയുടെ വേലിമുള്ളു വിതറാൻ നോക്കണ്ട. വേലിമുള്ളല്ലോ, സാക്ഷാൽ കുപ്പിച്ചില്ലല്ലേ കുന്നുംപുറത്ത് വിതറിയിട്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെയാ സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തുട്ട് കാണാം? കാളയുടെ കഴുത്തിൽ കത്തി വെച്ചപ്പോഴേ കണ്ടില്ലേ ലക്ഷണം? ഇടിവെട്ടി പെയ്തില്ലേ പേമാരി? ഈ കുന്നുംപുറത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു മഴ പെയ്തിട്ടുണ്ടോ? കാലാവസ്ഥ നിരീക്ഷണം ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. മഴ പെയ്തത് ശുഭലക്ഷണം തന്നെ. ഒരാപത്ത് തീർന്നു കിട്ടിയതിന്റെ. മനുഷ്യനൊന്നും പുറത്തിറങ്ങാൻ നോക്കിണ്ടായിരുന്നു. എവിടെ നോക്കിയാലും ഈ കാളയല്ലേ. രാത്രിയും പകലും ഭേദമില്ലാണ്ട് അതിനൊരു പരിഹാരമായി സമാധാനം. ഈ സമാധാനത്തിന് എത്ര നാളത്തെ ദീർഘായുസ് ഉണ്ടാവുമെന്ന് ദൈവത്തിന്. നീ നോക്കിക്കോ, ഈ ഉപ്പായിയുടെ ശാശ്വത സമാധാനം കൊണ്ടുവരും. നീ എന്റെ പിന്നിലുണ്ടായാൽ മതി. പിന്നിലുണ്ടാകും. ഉപ്പായിച്ചേട്ടനെ പള്ളിപ്പറമ്പിലോട്ട് കൊണ്ട് വെക്കുന്നത് വരെ ഞാൻ പിന്നിൽ തന്നെ ഉണ്ടാകും. പറ്റിയ രണ്ടു തരി മണ്ണ് വാരി ആ നെഞ്ചത്തിട്ടിട്ട് പോയി നമ്മൾ. അത് അന്തികുദാശ കൈക്കൊണ്ട് ഉപ്പായിച്ചേട്ടൻ സ്വർഗത്തിലോട്ട് പോകുമ്പോഴല്ലേടാ. അതിന് ഇനിയും കാലം കുറെ ബാക്കിയുണ്ട്. ഞാനും കർത്താവും തമ്മിലുള്ള എഗ്രിമെന്റ് പ്രകാരം ഒരു 10-20 കൊല്ലം ഇനിയും ബാക്കിയുണ്ട്. അത്രയും കാലം അവിടെ ഉള്ളവരെങ്കിലും രക്ഷപ്പെടുമല്ലോ. ഉപ്പായിച്ചേട്ടന്റെ ബ്ലേഡ് നിർത്തി. ഓ, എന്നെ കുറിച്ചുള്ള മുഖസ്തി പറച്ചിൽ ഇനിയെങ്കിലും നീ നിർത്തിക്കോ. ആട്ടെ, എന്തുട്ട് കൽക്കണ്ട കനിയാണ് നിന്റെ കയ്യിൽ? കൽക്കണ്ട കനിയല്ല, അതിനേക്കാൾ വിശേഷപ്പെട്ടത് മണിയങ്കാളയുടെ കൂമ്പുകറി. തങ്കമണി ചേച്ചിക്ക് തന്നയച്ചതാ. മോക്ക് വരട്ടി കൊടുക്കും, പക്ഷേ അടുപ്പിക്കുന്നില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ആശയക്കുഴപ്പത്തിലല്ല. അതിനൊക്കെ വഴിയുണ്ടാക്കാം. ആ കാളയെ എനിക്ക് ലേലത്തിൽ കിട്ടുന്ന കാര്യം ഒരു 10,000 രൂപ വരെ എനിക്ക് നോട്ടുണ്ടായിരുന്നില്ലേ. ഒറ്റയടിക്കെല്ലാം 15,000 കഴിച്ചു വിളിച്ചത്. എന്റെ തലയിൽ കരണ്ടും കമ്പി ആ പൊട്ടിവണ പോലെയായി. പെട്ടിയുടെ താക്കോലെ കോണകമാലെ കെട്ടിയിട്ടോണ്ട് നടന്നാ പോലെ. ഇറക്കേണ്ടടുത്ത് ഇറക്കണം. അവൻ ആൺകുട്ടിയാ, വെറുതെ അല്ല വാശി ജയിക്കാൻ. പോഴത്തം അല്ലാതെ എന്തുട്ട പറയാ. അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ 50 പവനും 1 ലക്ഷം രൂപയും എങ്ങനെ ഒപ്പിക്കും സ്ത്രീധനമായിട്ടെന്ന് നോക്കും. ഇതിപ്പോ ലോസ്റ്റ് കച്ചവടല്ലേടാ. ഉപ്പായിച്ചേട്ടന്റെ ഈ ചെറ്റക്കണക്കോട്ട് അവനെ അളക്കാൻ നോക്കണ്ട. അവന് വലുത് ആത്മാഭിമാനമാണ്. അതുകൊണ്ടല്ലേ ഇക്കണ്ട നഷ്ടങ്ങളൊക്കെ സഹിച്ച് അവൻ കാളയെ പിടിച്ചു കെട്ടി അറുത്തത്. ചെന്നോർക്കൊക്കെ ഇറച്ചി സൗജന്യമായിട്ടല്ലേ കൊടുത്തത്. അതുകൊണ്ട് ഇപ്പൊ എന്താ, കുന്നുംപുറത്തുള്ളവരൊക്കെ അവന്റെ പിന്നിൽ. ഞാനിപ്പോ അവന്റെ പിന്നിൽ നിന്നാലോ എന്ന് ആലോചിക്കണം. നമുക്ക് ഗുണം ചെയ്യല്ലട പോലും. സംശയമുണ്ടോ? തല്ലിന് തന്നെ ഗുണ്ടായുസത്തിന് ഗുണ്ടായുസം. ഇതിനൊക്കെ അവന്റെ പ്രയോജനപ്പെടും. അതിന് നീ മുൻകൈ എടുക്കണം. അവനുമായി ഒരു അലയൻസ് ഉണ്ടാക്കണം. അത് ഞാൻ ഏറ്റു. പക്ഷേ ഗാന്ധിത്തല ഇറക്കണം. അവിടെ പിശുക്ക് കാണിക്കും. ഇറക്കും. അതിന് നീ പേടിക്കണ്ട. അങ്ങട് പണം ഇറക്കി ഇങ്ങോട്ട് ലാഭം കിട്ടുന്ന കേസാണെങ്കിൽ ഉപ്പായി ഇറക്കും. അതിന് പിശുക്ക് കാണിക്കും. അതെ തന്നെയല്ല, അവന്റെ കൂടെ നിർത്തി വേറെ ഗുണമുണ്ട്. എന്ത്? ഇപ്പൊ ഒരു കാളയുടെ ശല്യം തീർന്നു. മറ്റൊരു കാള വന്ന് കൂടിയുണ്ടല്ലോ. ഇനി അതിനെ കൊണ്ട ശല്യം ഉണ്ടാവും. അതിനിവിടുന്ന് പായിക്കാൻ അവൻ തന്നെ വേണം. അതിനുള്ള അവസരമായത് പ്രയോജനപ്പെടുത്തി. ഈ മായാജാലക്കാരൻ ഡോക്ടറിനുള്ളത് കൊണ്ട് തള്ളയ്ക്ക് മോക്കും ഈ അഹങ്കാരം അത് മുതലെടുത്തു. അയാളെ ഇവിടുന്ന് കെട്ടിച്ച ഈ കുന്നുംപുറത്ത് സമാധാനം തിരിച്ചു കിട്ടും. അതിനുള്ള കളി നമുക്ക് കളിക്കാം. നമുക്ക് അവനൊന്ന് ചെന്ന കാണാം. എന്നാ ഈ വഴിക്ക് വാ, വളഞ്ഞ വഴി. ഡോക്ടർ സാറേ, ഡോക്ടർ സാറേ, ഡോക്ടർ ഇല്ലേ? ഒന്ന് നേരെ നിൽക്കണോ? അയ്യോ, പോലീസിന്റെ കൈപ്പെടുന്ന പ്രതികളൊക്കെ തട്ടിപ്പോകുന്ന കാലമാണ്. ഈ പെൻഷൻ പറ്റാൻ കാലത്ത് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാക്കരുത്. ഒരു മറ്റത്വം കാണിക്കണം. ഡോക്ടർ സാറേ, എന്നെ ഒന്ന് സഹായിക്കണം. ഒരു കയ്യബദ്ധം പറ്റിയതാണ്. എന്തു പറ്റി? കയ്യിലുപ്പായോ? ഒന്നും പറയണ്ട എന്റെ ഡോക്ടറെ. കഞ്ചാവ് വലിക്കാനുള്ള ശ്രമത്തിനിടെ കൈപ്പെട്ടത്. ചെറുപ്പമല്ലേ, ഒന്ന് ഉപദേശിച്ചു വിടാമെന്നുള്ള സതുദ്ദേശത്തോടെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അപ്പോഴാ ഉരുട്ടലെ മിരട്ടലെ കസേരയിട്ടെങ്കിൽ ഇടം തൂക്കം എന്നീ കലാകായിക വിനോദങ്ങളൊന്നും ലോകകപ്പിൽ പാടില്ല എന്ന ആഭ്യന്തരമന്ത്രിയുടെ സ്പെഷ്യൽ ഓർഡർ ഓർമ്മ വന്നു. എന്നാൽ പിന്നെ പുതിയ ഒരു വിദ്യ പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതിയതാണ്. അത് അപകടമായി. അതെന്ത് വിദ്യ? പീലിക്കാവടി. അതായത് പ്രതിയെ കാവടി പോലെ വളർത്തി നിർത്തും ഇതുപോലെ. എന്നിട്ട് അരക്കെട്ടിന് ഒറ്റ ചവിട്ട. അപ്പൊ തല കുത്തി മറിയണം. അതാ മെത്തേഡ്. എന്നിട്ട് ഇയാൾ പറഞ്ഞില്ലേ? മറിഞ്ഞു, പക്ഷെ നിവരാൻ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് ഡോക്ടർ സാർ എന്തെങ്കിലും ചെയ്ത് അവനെ ഒന്ന് നിവൃത്തി തരണം. ഇല്ലെങ്കിൽ എന്റെ കാര്യം എരികണ്ണ തേങ്ങാ പോലെ. അയ്യോ, ഇതിനുള്ള മരുന്നൊന്നും എന്റെ കൈവശം ഇല്ലല്ലോ. ചതിച്ചോ ദൈവമേ, ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? അവനെ ഈ പരുവത്തിൽ കൊണ്ടുപോകുന്നത് കണ്ട് വല്ല ചാനലുകാർക്കൊന്നും സംശയിച്ചാൽ മതി. അത് അതിനും വലിയ കൊല്ലാപ്പാണ്. അവൻ ഈ കഞ്ചാവ് വീട് തീർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ കൈപ്പെട്ടത്. എന്നാ പിന്നെ കഷ്ടപ്പെട്ട് തീർത്തതല്ലേ, കളയണ്ടാന്ന് കരുതി ഞാനത് എന്റെ പോക്കറ്റിലിട്ടു. ആ കളയട്ടെ, വലിച്ചു. ലൈറ്ററും കിട്ടിയ തൊണ്ടിയെടുത്ത് പൂർത്തി കിട്ടിയതാണ്. ഒറിജിനൽ കഞ്ചാവ് തന്നെയാണോ? നല്ല ഒന്നാന്തരം നീലച്ചട. എന്നാ കൊണ്ട് കൊടുത്തേ. ചേർക്കാൻ നിന്റെ ആ തിരുവായ എന്ന് വേണം. എന്നാ പിടി.
രക്ഷപ്പെട്ടു. ഡോക്ടർ സാറേ ഒത്തിരി നന്ദി. മോനെ വേഗം സ്ഥലം കാര്യമാക്കിയോ. നിന്നെ ഞാൻ പിടിച്ചിട്ടുമില്ല, നീ എന്റെ കയ്യിൽ പെട്ടിട്ടുമില്ല. വേഗം വിട്ടുപോടാ. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. എന്നെ റിക്രൂട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നില്ലേ? ഞാൻ ചുട്ടുമില്ല, തിന്നുമില്ല. വിട്ടുപോടാ. സത്യം പറയൂ. നീ പോമോനെ. ദിനേശ, ഇവനെന്റെ പേരും മാറ്റി. എന്തായാലും നർമ്മബോധമുള്ള സാരമില്ല, തിരിച്ചൊരെണ്ണം കിട്ടിയെന്നായിരുന്നു ഞങ്ങൾ സമാധാനിച്ചു. നല്ല സമാധാനമായി. അത്ര സുന്ദരമായിട്ടല്ലേ അവൻ പോലീസിനെ അനുകരിച്ചത്. അവനെ ഏതോ മിമിക്രിക്കാരനാണെന്ന് തോന്നുന്നു. അഡ്രസ് കിട്ടിയിരുന്നെങ്കിൽ പോലീസ് അസോസിയേഷന്റെ വാർഷികത്തിന് അവനെ വിളിച്ചു പറ്റി ഒരു ബഹുമതി കൊടുക്കാമായിരുന്നു. ഞാൻ ഡോക്ടറെ കാണാൻ വരായിരിക്കുകയായിരുന്നു. അപ്പോഴല്ലേ ഈ കലാകലകത്തിലെ കൈ കിട്ടുന്നത്. എന്തായാലും ഡോക്ടറെ കണ്ടത് നന്നായി. ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റേഷനിൽ എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നിട്ടില്ല. ഓ, അത്ര വലിയ ഡീറ്റെയിൽസ് ഒന്നും എനിക്കില്ല. ഞാനൊരു സാധാരണ മനുഷ്യൻ. എന്നാലും ഊരും പേരും ഒക്കെ കാണുമല്ലോ. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. പോരെ? പോരാ, തന്റെ ജാതി ജാതി ചോദിക്കരുത്, പറയരുത്. അത് പണ്ട്. ഇപ്പൊ ആദ്യം ജാതി ചോദിക്കണം, പറയണം. അതാ അന്തസ്സ്. പക്ഷെ ഞാനൊരു പഴഞ്ചനാ. പക്ഷെ കണ്ടാൽ തോന്നുന്നില്ല, വിട്ടിക്കിട്ടാൻ പ്രയാസം. അതുകൊണ്ട് എത്രയും വേഗം എല്ലാ സർട്ടിഫിക്കറ്റും കൊണ്ട് ഉടനെ സ്റ്റേഷനിലെത്തണം. ഇല്ലെങ്കിൽ ഞാൻ പോലീസ് മുറിയെടുക്കാൻ നിർത്തുന്നതിനാണ് പറഞ്ഞേക്കാം. ഓൾറൈറ്റ്, സാറിന്റെ ഇൻഡിവിജ്വാലിറ്റി ഒന്ന് പരീക്ഷിച്ച് കളയാം. ഞാൻ പോകുന്നവരെ അങ്ങനെ തന്നെ അവിടെ നിന്നു. എങ്ങനെയത് ഒരു എക്സാമിനേഷൻ തന്നെ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഉണ്ട് ഒരു കൂസലില്ലായ്മ. നീ ഇപ്പൊ ഈ പാവം ലോനപ്പോ പോലീസിന്റെ പേര് വലിയ അന്വേഷണം ഉണ്ടാവുമോ ആവോ. എന്നാ ഞാൻ കാണാം. പോലീസ് സംരക്ഷണം കൊടുക്കാമെന്നതാകും. അല്ല പിന്നെ ഈ പാവം പോലീസുകാരന് ആര് സംരക്ഷണം തരുമെന്ന് വേവലാതിപ്പെട്ട് നിന്നു. എന്നാ സാർ തൽക്കാലം സ്ഥലം വിട്ടോ. ഇവിടെ പോച്ചെടുത്ത് സംഭവിച്ചൊന്നും. എന്നാ ഞാൻ പോയേക്കാം. ഞാൻ ഔട്ട്പോസ്റ്റിലുള്ള ഒന്നിനും സംഭവം കഴിഞ്ഞ് നേരിട്ട് വന്ന് ഹാജരാകും. ഇല്ലെങ്കിൽ കിട്ടാവുന്ന സ്പീഡിൽ സ്ഥലം വിടുക. എനിക്ക് തലവേദന ഉണ്ടാക്കരുത്. രണ്ടും പോയി വിളിച്ചോ. ഇവിടെ ആരുമില്ലേ? പ്രദീപനാ, ഒന്ന് പുറത്തേക്ക് വരണം. പുറത്തേക്ക് വരാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ അകത്തേക്ക് വരും. മര്യാദയ്ക്ക് പോയിക്കൊണ്ടു. ഇല്ലെങ്കിൽ കൊത്തിഞ്ഞ് കൊത്തി അരിയിഞ്ഞ്. 20 കൊല്ലം മുമ്പ് അന്തിത്തുണക്കുണ്ടായിരുന്ന ആൾ നഷ്ടപ്പെട്ടപ്പോ അതിന്റെ അരക്ഷിത ബോധം മറക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചതാ. കുന്നംപുറത്തെ പകൽമാന്യന്മാര് ഭയന്ന് ഇന്നോളം മൂർച്ച പരീക്ഷിച്ചിട്ടില്ല. മര്യാദയ്ക്ക് പോയിക്കോ. ഇല്ലെങ്കിൽ ഇതിന്റെ പോയിത്തല ചോരയിൽ മുങ്ങും. ചോരയ്ക്ക് കടും ചോര, അതാ പ്രദീപന്റെ തത്വം. പക്ഷേ അമ്മയുടെ പ്രായമുള്ള ഒരുത്തോട് അംഗം കുറിക്കാൻ ഇവരെ താല്പര്യമില്ല. അതുകൊണ്ട് ചോദിക്കുക, അവളെവിടെ? എനിക്കറിയില്ല. എനിക്കറിയാം. അവിടെ നിലത്തുണ്ട്. അവന്റെ കൂടെ ചവിട്ടി പൊളിക്കും. ഞാൻ വാതിൽ തുറക്കണ. വാതിൽ തുറക്കാൻ. ഇല്ലെങ്കിൽ ചവിട്ടി തുറക്കും പ്രദീപൻ. ഞാൻ വെറുതെ കാല് കേടുവരുത്തണ്ട. ചവിട്ടാതെ തന്നെ തുറക്കി അടിയും ചെയ്യുന്ന വാതിലാണത്. Come on, open the door. അയ്യേ, അനുവാദം കൂടാതെ അകത്ത് കിടക്കരുത്. കടക്കും. കടന്ന് പിടിക്കും ഞാൻ അവിടെ. ഇല്ലെങ്കിൽ പറയണം, അവിടെ ഇതിനകത്തില്ലേ? ഉണ്ടെങ്കിൽ ഉണ്ടാകും. അതാണല്ലോ ലക്ഷ്യം. കണ്ടാക്കൊള്ളാവുന്ന പെമ്പിള്ളാരെ മായാജാലം കാട്ടി മയക്കിയെടുത്ത് ഉപയോഗിക്കുക. എന്നിട്ട് ആവശ്യം കഴിയുമ്പോൾ സ്ഥലം വിടുക. ഭാഷയുടെ അതിലൂടുമ്പോൾ ക്ഷമയുടെ ബാലൻസ് എത്തിയെന്ന് വരും. ഭയപ്പെടുത്തല്ലേ? അത്രയ്ക്ക് ബാലമനസ്സല്ല വേണ്ടത്. തോന്നുന്നില്ല. ബാല രാവിലെ വിട്ടു മാറി. അല്ലെങ്കിൽ ഈ പരാക്രമം ഇവിടെ കിടന്ന് കാട്ടില്ലായിരുന്നു. കാണുമോ ഞാനുള്ള പിടിച്ചെടുക്കുന്നത്? എങ്കിൽ കാണാം. ഇതിന് എസ്കേപ്പിസം എന്ന് പറയും. അകത്തുണ്ടെന്ന് വിചാരിക്കുന്നയാൾ പുറത്തുനിന്ന് പ്രത്യക്ഷപ്പെടുക. നമ്മുടെ നിഗമനങ്ങൾ പലപ്പോഴും ശരിയായിരിക്കണമെന്നില്ല. ഇനി ആരുടെ ഇടപെടലുകൾ ആവശ്യമില്ല. ഞാൻ ഇവള് മാത്രം മതി. അല്ലെടുക്കണേ. നമുക്ക് പറയാനുള്ളത് പരസ്പരം പറഞ്ഞു തീർക്കാം. അതിന് നേര് പറയാൻ ഉണ്ടോ നിന്റെ കയ്യിൽ വല്ലതും? പറയാനുള്ളതൊക്കെ പച്ച കള്ളവല്ലേ? നേര് നിറയും കൊണ്ട് വാ. അന്ന് ഞാൻ എന്റെ വാക്ക് പാലിക്കും. അല്ലെങ്കിൽ ജീവൻ പറയാൻ സുഭാഷിന് തോറ്റു തരില്ല. കേട്ടില്ലേ? എന്റെ മോളാ ഇവിടെ. നേര് പറയാനുണ്ടോ നിന്റെ നാവില്? ഇല്ലെങ്കിൽ പോടാ.
പോരാ പറഞ്ഞത്. കഷ്ടം. ഇനിയും മനസ്സിലായില്ലേ? എങ്കിൽ ഞാൻ മനസ്സിലാക്കി തരാം. കാളയെ നേരിട്ട് പിടിച്ച് വെട്ടി ഇറച്ചിയാക്കുമെന്നായിരുന്നല്ലോ വീരവാദം. അതെ, ഞാൻ എന്റെ വാക്ക് പാലിച്ചു. നാട്ടുകാർ അതിന് സാക്ഷിയാണ്. നേരാണ്, ഞങ്ങളതിന് സാക്ഷ്യം. ഈ സത്യം ഞങ്ങൾ എവിടെ വേണമെങ്കിലും വിളിച്ചു പറയാം. എത്ര രൂപ കിട്ടി? പാറ്റി ഉണ്ടാക്കിയ കാശ് മുഴുവൻ ഇങ്ങോട്ട് താറ്റിക്കളഞ്ഞില്ലേ? മയക്കൂടി വെച്ച കാളയെ പിടിച്ച് കേട്ടാന്നൊരു വില്ലാട് പേരിന്റെ ആവശ്യമുണ്ടോ? അതിന് ഈ കുന്നംപുറത്ത് വട്ട് കളിച്ചെടുക്കുന്ന കൊച്ചു പയ്യൻ പോലെ. ഞാൻ എതിർവാദം ഉന്നയിക്കും. പ്രദീപൻ കാളയെ പിടിച്ചു കെട്ടിയപ്പോഴാണ് മയക്കുവെടിക്കാരൻ വെടിപൊട്ടിച്ചത്. എന്തോ രണ്ടുപേരും ഒരേ സമയത്ത്. അത് മയക്കൊടിക്കാണ്ട തെറ്റ്. അതിന്റെ അവസരത്തിൽ വെടിപൊട്ടിക്കാൻ പാടില്ല. അത് എന്നോട് എന്തിനാ ചൂടാവുന്നത്? പിന്നെ ഞാൻ ആരോടാ പറയാ? അവരോട് പോയി പറഞ്ഞാൽ മതി. എന്നിട്ട് വേണം അവൻ എന്നെ മയക്കൊടിക്കാൻ. അങ്ങനെ മയക്കി കിടന്നോളൂ. അതുകൊണ്ട് കുന്നുംപുറത്ത് ഒരു ആഗ്രഹം കൊടുക്കാൻ വേണ്ടിട്ട് മോളൊരു വിട്ടുവീഴ്ച തയ്യാറാവും. ഒന്ന് മൂളിയാ മതി. പോയിന്ന് പറ. എങ്ങോട്ടും കല്യാണത്തിന് മുഹൂർത്തം നോക്കും. പറഞ്ഞു കഴിഞ്ഞു ഞാൻ. എന്നിട്ട് ബോധ്യമായില്ലെങ്കിൽ നേരെ പുലർന്നവരെ കാത്തിരിക്കുക. തരുന്നു ഞാൻ നിനക്കൊരു അവസരം കൂടി. 10 ദിവസം. അന്നറിയണം നിന്റെ അവസാന തീരുമാനം. നീ വല്ലതും എന്തൊക്കെ ആപത്തുകളാണ് ഉണ്ടാകാനിരിക്കുന്നത്. എനിക്ക് പേടിയാവുന്നുണ്ട്. നീ എന്താ ഇങ്ങനെ സമാധാനിപ്പിക്കാത്തത്? അല്ല, എന്താ കിണറുമായിട്ടൊരു ആത്മഭാഷണം? ഞാൻ ഈ കിണറിനോട് വായാടിക്കുന്നത് വർത്തമാനങ്ങൾ പറഞ്ഞതാണ്. അത് ശരി. അപ്പൊ കിണറുമായിട്ട് അത്ര ആത്മബന്ധത്തിലാണല്ലേ? അത് ഇന്നും ഇന്നലെ തുടങ്ങിയിട്ടല്ല. മക്കളുടെ അച്ഛൻ പോയപ്പോ എനിക്കൊരു തടയില്ലാതായി. ഇത്തിരി പോകുന്ന 2 കുഞ്ഞുങ്ങളെ ഞാൻ എനിക്കറിയാത്ത ഏതോ ദേശത്ത് ഒടുവിൽ ഞാൻ ഈ കിണറിനോട് എന്റെ സങ്കടങ്ങൾ പറയാൻ തുടങ്ങി. രാത്രി കുന്നുമുറ ഉറക്കത്തിലാവുമ്പോ ഞാൻ ഈ കിണറ്റുപക്കത്തിരുന്ന് കരയും. എന്റെ കണ്ണീരടർന്ന് വീഴുമ്പോ കിണറിന് എന്റെ സങ്കടം മനസ്സിലാകും. അപ്പൊ കിണറിന്റെ അടിയിൽ നിന്ന് ഒച്ച എന്റെ കാതിലേക്ക് ഉയർന്നു വരും. എന്നെ സമാധാനിപ്പിക്കാനായിട്ട് എന്നോട് സങ്കടപ്പെടേണ്ടതില്ലെന്നും എല്ലാ ദുഃഖങ്ങളും ദൈവം തരുന്നതാണെന്നും ആശ്വസിപ്പിക്കും. അതെ, ശരിയാണ്, വളരെ ശരിയാണ്. ചിലപ്പോ തോന്നാറുണ്ട് ഈ കിണർ അതിന്റെ ഏതോ ഉള്ളതയിൽ സാറിന് മുകളിലേക്ക് എത്തിച്ചോളാം. മനസ്സിൽ സുഗന്ധമുള്ളവർക്ക് ഇത്തരം ആത്മാനുഭവങ്ങൾ സാധ്യമാണ്. ഞാൻ പെണ്ണുങ്ങളുടെ കുഞ്ഞിന്റെ ദുർബന്ധം എന്റെ കൂട്ടിവെച്ച പ്രതീക്ഷകളൊക്കെ തട്ടിത്തെറിപ്പിച്ചു. അപ്പൊ തോന്നി ഇനി ജീവിക്കേണ്ടത്. ഒരു രാത്രി ഞാൻ കെട്ടിച്ചാടി ജീവനൊടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ഓരോരുത്തരുടെ അനുഭവവും വ്യത്യസ്തമല്ലേ? ഞങ്ങൾക്കൊന്ന് ഉറങ്ങാനുള്ള മരുന്ന് വേണമായിരുന്നു. അയ്യോ, ഉറങ്ങാൻ മരുന്ന് ശരിക്കും നന്നല്ല. മനസ്സ് ദുർബലമാവുന്നുണ്ട്. അതിനുള്ള ചികിത്സയാണ് ആദ്യം തുടങ്ങേണ്ടത്. സത്യത്തിൽ എനിക്കും അങ്ങനെ തോന്നുന്നു. ഞാൻ തന്നെയല്ലേ എല്ലാം വരുത്തി വെക്കുന്നത്. ഓരോ വിപത്തിലേക്ക് എടുത്ത് ചാടിക്കൊണ്ട് മനസ്സിന്റെ ദൗർബല്യം കൊണ്ട്. ഇങ്ങനെ തളർന്നാലോ? ഈ മായാജാലക്കാരൻ എന്തറിയാം എന്നെ കുറിച്ച്? പുറമേക്ക് സുഭാഷിന് തന്റെ അടിയാണ്, വായാടിയാണ്, വമ്പ് പറയുന്നവളാണ്. ജീവിതം അവളെ അങ്ങനെയൊക്കെ ആക്കി മാറ്റിയതാണ്. സാരമില്ല, ഇന്ന് മോള് സുഖമായിട്ട് കിടന്നു കേട്ടോ. കോയിന്നൊന്നും കണ്ടില്ലേ? ഇച്ചിരൂടെ നേരത്തെ വരണ്ടേ? ഒന്നും കാണാതിരിക്കാൻ കണ്ണു മൂടിക്കെട്ടിയാണ് നടപ്പ്. കണ്ണടക്കേണ്ടടുത്ത് കണ്ണടക്കാൻ കോയിന്നറിയാം. അതാ കോയിന്നിന്റെ ഒരു അടവുന്നേ. ഇതെല്ലാം കണ്ടല്ലേ? എല്ലാം കണ്ടോന്ന് ചോദിച്ചാൽ ഉള്ളിൽ നടന്നൊന്നും കണ്ടില്ല. എന്നാലും എന്തൊക്കെ നടന്നു കാണുമെന്ന് മനസ്സിലാക്കാനുള്ള ഭാവനാശേഷിയൊക്കെ കോയിന്നിനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് താഴ്വാരത്ത് പോയി ഒരു പീസ് പടം കാണുന്ന എക്സ്പീരിയൻസ് കോയിന്നിനുണ്ട്. അപ്പൊ നല്ലൊരു കലാസ്വാദകനാണ്. അല്ലാതെ എന്ത് ചെയ്യാനാ? 10 കൊല്ലമായി ഭാര്യ കോമളവല്ലി അവിടെ പരിസരത്ത് എന്നെ അടുപ്പിക്കുക. പിന്നെ വല്ലാതെ സങ്കടം തോന്നുമ്പോൾ താഴ്വാരത്ത് പോയി ഒരു പീസ് പടം കാണും. അല്ലാതെ സാറിനെ പോലെ മായാജാലം കാണിച്ച് ഇതുപോലുള്ള അലങ്കാര മത്സ്യങ്ങളെ വലയിൽ വീഴ്ത്താനുള്ള സാമർഥ്യം ഒന്നും പോയെന്നില്ല. കഷ്ടം. ആ സാമർഥ്യം കൂടെ പോയതിനെ കിട്ടിയിരുന്നെങ്കിൽ എങ്കിൽ ഞാൻ തകർത്തേനെ. വെറുതെ അല്ല കിട്ടാനും. ഇപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. പോയി കിട്ടും. കുഴപ്പമുള്ളപ്പോ കിട്ടി. കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കഴിക്കാനുള്ള അവസരം കടയോട്ടൊക്കെ വന്നിട്ട് എന്താ പറയുക? എന്താണ്
എന്താണോ ഒളിപ്പിച്ചു വെക്കുന്നത്? ബോംബാണോ? കുപ്പിയാണ്. എവിടെ നിന്നാ അത് ഒളിപ്പിച്ചു വെക്കുന്നത്? ഓ, മറ്റേ കുപ്പിയാണ്. എന്തിനാണ് അതിപ്പോ ഒളിച്ചു വെക്കുന്നത്? വിദേശിയല്ലേ? ഇയാൾക്ക് എന്താ വേണ്ടത്? ഒരു ഗ്ലാസ്. എന്തിനാണോ ഗ്ലാസ് ഒഴിച്ച് വെള്ളം ചേർത്ത്? ഗ്ലാസ്സിലൊന്നും ഒഴിക്കാതെ വെള്ളം ചേർക്കാതെ നേരിട്ട് ചെവിക്കൂടെ പമ്പ് ചെയ്ത് ഞാൻ നടക്കാത്ത കാര്യമൊന്നും പറയണ്ട. നടക്കാത്ത കാര്യം ഇരിക്കലോ ഇതോട് കുപ്പി അടിച്ചാൽ 5 ഉപ്പയുടെ വീരം കിട്ടും. ആ ഭയങ്കര ഫിറ്റാണ്. 5 കുപ്പി അടിച്ച് ഇരുവല്ലേ കുപ്പി ഉൾപ്പെടെയാണ് ചെവിയിലോട്ട് തന്നത്. എനിക്കിത് എന്ത് പറ്റിയടാ? എനിക്കിത് എന്ത് പറ്റിയടാ? എന്റെ കർത്താവ്, ഇത് എന്ത് ഭാഷ? എനിക്കിത് എന്ത് പറ്റിയടാ? ഓ, ഞാൻ അതിലും വലിയ പ്രശ്നത്തിലാ. ഒരു സത്യം പറഞ്ഞ നീ വിശ്വസിക്കോ? സാധാരണ കുപ്പായിക്കേണ്ട സത്യം പറഞ്ഞ ആരും വിശ്വസിക്കും. പിന്നെ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ വിശ്വസിക്കും. എന്നെ കേട്ടോ? പ്രേതം. ആരുടെ പ്രേതം? എവിടെ പ്രേതം? വെറുതെ അന്ധവിശ്വാസം. അല്ലട പോയിന്ന, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. കാളയുടെ പ്രേതം. കുന്നിത്തിട്ട് അറുത്തുന്ന മണിയും കാളയുടെ പ്രേതം. ശരിക്കും കണ്ടതാണോ? അതേടാ, അപ്പൊ തുടങ്ങിയതേ വരാൻ നിക്കല്ല. എനിക്ക് സംശയിക്കണ്ട. അവന് ഈ കുന്നുംപുറം കുളം തോണ്ടും ഞാൻ എന്റെ വെളിച്ചെണ്ണ മില്ല് വരെ ഒന്ന് പോയി തന്നെ. അപ്പൊ കാളയുടെ പ്രേതം മൂലയിലേക്കാണ് രക്ഷപ്പെട്ടത്. കന്യാസിലെന്താ കുമ്മായം കളിക്കലാണോ? ഇതൊരു രഹസ്യമാണ്. രഹസ്യം? എന്ത് രഹസ്യം? വെളിച്ചെണ്ണ ചേർക്കാനുള്ള പുതിയൊരു സാധനമാണ്. മലേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാ. അത് ശരി. വെളിച്ചെണ്ണ മായം ചേർക്കാനുള്ള പുറപ്പാടല്ലേ? മായം ചേർക്കാത്ത വല്ലത് ഇന്നീ ദുനിയാവിലുണ്ടോടാ? മനുഷ്യന്റെ മനസ്സ് പോലും മായം ചേർത്തതല്ലേ? അത് ശരിയാണ്. ഉദാഹരണത്തിന് എന്റെ ഭാര്യ കോമളവല്ലിയെ ആ ഒറ്റ നമ്പർ ലോട്ടറിക്കാരൻ ഞൊണ്ടിക്കുട്ടപ്പം വീട്ടിൽ വന്നാൽ അവർക്ക് എന്നോടൊരു കൊഞ്ചലും കുഴയലും സ്നേഹം കാണിക്കലും സത്യത്തിൽ ഇതൊന്നും എന്നോടല്ല, അവള് പിടിക്കണേ. സാധാരണ മരോട്ടെണ്ണ ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് വിൽക്കാതെ. ഇപ്പൊ അതിന് വില കൂടി, ആവശ്യത്തിന് കിട്ടാനില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം സപ്ലൈ ചെയ്യേണ്ടെന്ന് ഒരുത്തുമെന്ന് പറഞ്ഞതേ ഈ സാമ്പിൾ. എന്നാൽ ഞാൻ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് പരീക്ഷ നോക്കാന്ന് കരുതി. 50-50 അനുപാതം. അതിലും കൂടി ആളാ ചാവും. വെറുതെ പ്രേതം പ്രത്യക്ഷപ്പെട്ടത്. ജീവിച്ചിരുന്നപ്പോഴേ ഇത്തരം കള്ള പരീക്ഷകളെ അവന് കണ്ടുകൂടായിരുന്നു. പ്രേതം പോവാൻ പറ്റണം. എനിക്ക് ഈ ഡോക്ടറെ ഒന്ന് കാണാം. തൽക്കാലം ഈ വിറയൊന്ന് മാറ്റാൻ വല്ല മരുന്ന് കിട്ടുമെന്ന് അറിയാനാണേ. അല്ല, അസല് മരുന്ന് കിട്ടും. എനിക്കിപ്പോ കിട്ടിയതേ ഉള്ളൂ കുപ്പിയോടെ. അപ്പൊ എനിക്ക് കന്നാസി കിട്ടൂലേ? കന്നാസാകുമ്പോ ചെവി കയറാൻ എളുപ്പമാണ്. പിന്നെ എന്റെ കുപ്പി ചെവി നൂരി എടുക്കണമെങ്കിൽ എനിക്ക് അവനെ പോയി കാണണം. പ്രദീപനെ അവനെ ചെന്ന് കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. എന്നാലേ എന്റെ കുപ്പി ഊരി എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പോയിട്ട് സൂക്ഷിച്ചു പോകണം. കാളയുടെ പ്രേതന്റെ അവിടെ ഒരു ഫുള്ളിന്റെ കുപ്പി ചെവിയിൽ ഇടിച്ചു കയറി ഇരിക്കുമ്പോഴാ കാളപ്രേതം. അവന് പ്രാന്തായി തോന്നണേ. ഡോക്ടറെ, ഡോക്ടറെ, ഞാനാ വായിച്ചേട്ടൻ കുന്നമ്പത്തെ കച്ചവടക്കാരൻ. ഒന്നും പറയണ്ടെന്റെ ഡോക്ടറെ. അറുത്ത് തിന്നിട്ട് ആ കാള കുന്നുംപുറത്തുള്ളവരെ വെറുതെ ഇവിടെ തോന്നണില്ല. അവന്റെ പ്രേതം ഇറങ്ങിയിട്ടുണ്ട് കുന്നുംപുറത്ത് നാശം വിതയ്ക്കാൻ. കാളയ്ക്ക് പ്രേതോ? ചുമ്മാ തോന്നിയതായിരിക്കും. അല്ല ഡോക്ടറെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ആയുസിന്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടത്. കഴുത്തിൽ കുരിശുമാല ഉള്ളത് കൊണ്ട്. കണ്ടില്ലേ? അപ്പൊ തുടങ്ങിയത് വേറെ നിക്കണില്ല. ആ കോയിന്നിന് കൊടുത്ത പോലത്തെ വല്ല മരുന്നുണ്ടോ? കുറച്ച് എനിക്ക് തായി വേറെ ഒന്ന് മാറ്റാനാ. കോയിന്നിന് കുപ്പിയാ കൊടുത്തു. ഇതിപ്പോ കന്നാസ് തരേണ്ടി വരുമല്ലോ. ആട്ടെ, എന്താ ഈ കന്നാസില്? വെളിച്ചെണ്ണ. സത്യം പറ. ശുദ്ധമായ വെളിച്ചെണ്ണ.
സത്യമാണല്ലോ. സത്യം. ആ എന്നാ തുറന്നേ. ആ ഇനി കുലുക്ക. എടോ തന്നോട് ബ്രേക്ക് ഡാൻസ് കാണിക്കാന്നല്ലോ. ആ കണ്ണാസിട്ട് കുലുക്കടോ. മതി. പോരാ. ആ മതി. ആ ഇനി കുടിക്കാൻ. ഡോക്ടറെ എനിക്ക് കൊളസ്ട്രോൾ ഉള്ളതാണ്. എനിക്കറിയാവുന്ന അത് ബെസ്റ്റല്ലേ ഈ മരുന്ന്. ഡോക്ടറെ എനിക്ക് കൊളസ്ട്രോളും ബിപിയും ഷുഗറും ഒക്കെ ഉള്ളതാ. വെളിച്ചെണ്ണ തൊടാൻ പാടില്ലെന്ന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പറഞ്ഞേക്കണേ. എന്തുട്ടയിച്ചായി പറയണോ? എടോ ഇതിനൊക്കെ ബെസ്റ്റാണോ ഈ മരുന്ന്? ഡോക്ടറെ വേണ്ട, പരീക്ഷത്തിന് നിക്കണ്ട, എനിക്കിത് വേണ്ട. മരുന്ന് കഴിക്കാൻ കൂട്ടാക്കാത്ത കുട്ടികളെ അമ്മമാർ അടിച്ച് കുടിപ്പിക്കും. ചെവി കൂടെ ഈ കന്നാസ് തുളച്ച് കയറ്റണോ? എന്റെ കർത്താവേ. ഡോക്ടറെ ഒരു സത്യം പറഞ്ഞ ഡോക്ടറെ ഇല്ല, ഞാൻ ഒട്ടും വിഷമിക്കാതെ. ഞാൻ കുടിച്ചത് വെളിച്ചെണ്ണ അല്ല. എനിക്കറിയാം. വെളിച്ചെണ്ണ ചേർക്കാനുള്ള മായോ അതും അറിയാം. ഞാനിപ്പോ ചാവും. അത് സംശയം. എന്നെ രക്ഷിക്കണം ഡോക്ടറെ. സ്വന്തം മില്ലിലാട്ടുന്ന വെളിച്ചെണ്ണയിൽ പോലും മായം കലർത്തുന്ന തന്നെപ്പോലുള്ള ജനദ്രോഹികളെ ആ കാളയുടെ പ്രേതം വെറുതെ പിടിക്കില്ല. അവൻ തന്നെ ശരിക്കും എനിക്കൊരു മരുന്ന് വേണം. എന്ത് മരുന്നാ? ഈ കുന്നുംപുറത്തെ മേനിച്ചന്തമുള്ള പെൺകുട്ടികളെ രാത്രി കാലങ്ങളിൽ സ്വന്തം കിടപ്പുറയിൽ വരുത്താനുള്ള മാന്ത്രിക ശക്തിയുള്ള മരുന്ന്. അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഈ പറഞ്ഞു കേൾക്കുന്നല്ല അതേപടി വിശ്വസിക്കുന്നവൻ പരമശുദ്ധനാണ്. അക്കൂട്ടരാണ് ചരിത്രത്തിൽ വിഡ്ഢികളാവുന്നത്. മറ്റുള്ളവരുടെ ഗൂഢതന്ത്രങ്ങൾക്ക് അവർ ഇരകളായിക്കൊണ്ടേയിരിക്കും. ഒഥല്ലോയെ പോലെ. ഞാൻ ഡോൺ കിക്സോട്ടിന്റെ ആരാധകനാണ്. ഇല്ലാത്ത സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ വിഭ്രാന്തിയുടെ കുതിരപ്പുറങ്ങളിൽ പട നയിക്കുന്നവർ, കിറുക്കുകൊണ്ട് ജന്മം തുലച്ചവർ. ഒരർത്ഥത്തിൽ ഞാനും അത്തരം കിറുക്കുകളെ സ്നേഹിക്കുന്നു. ഡോൺ കിക്സോട്ട് യുദ്ധം ചെയ്തത് സ്വന്തം നിഴലുകളോടാണ്. എന്നാൽ എന്റെ ശത്രു മുന്നിൽ നിൽക്കുന്നു, ജീവനോടെ. തെറ്റുപറ്റുന്നു. സ്വന്തം നിഴലിനെ ശത്രു എന്ന് തെറ്റിദ്ധരിക്കുന്ന പോലെ. ഒന്ന് മനസ്സിലാക്കുക, ഞാൻ ആരുടെയും ശത്രുവല്ല. ഈ കുന്നുംപുറത്ത് ഒരു പൂവിതളിനെ പോലും നുള്ളി നോവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വേണ്ട വാക്കുകൾ കൊണ്ടുള്ള മായാജാലം. ഞാൻ എന്ത് വിലവെടുത്ത് സ്വന്തമാക്കാൻ കൊതിച്ച പെൺകുട്ടിയെ തട്ടിയെടുത്ത് ഭോഗവസ്തുവാക്കിയ നീ എന്റെ വെറും ശത്രുവല്ല, ദുഷ്ടമൃഗമാണ്. അന്ധമായ നിന്റെ ഈ ആരോപണത്തെ ബദിര കർണങ്ങൾ കൊണ്ട് ഞാൻ പ്രതിരോധിക്കുന്നു. അതിലപ്പുറം ഒരു സൗജന്യം എനിക്ക് നിനക്ക് വേണ്ടി ചെയ്യാനില്ല. ഈ കുന്നുംപുറത്ത് നുണയും മേഷണയും കൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരു വിദൂഷകന്റെ വാക്ക് കേട്ട് എന്നോട് യുദ്ധത്തിന് വന്ന് നിന്നോട് എനിക്ക് സഹതാപമുണ്ട്. ഒന്ന് മനസ്സിലാക്കുക, ഞാൻ നിന്റെ വഴിയിൽ മുള്ളു വിതറാൻ വന്നവനല്ല. പക്ഷേ നിന്റെ തെറ്റായ വഴികളിലൂടെയുള്ള ഈ യാത്രയിൽ അസന്തുഷ്ടനാണ്. ഉള്ളിൽ സ്നേഹം നിറച്ച് നേരിന്റെ വഴികൾ ഉപദേശിക്കുന്ന ഉദാരമതിയായ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ. നേരിന്റെ വഴികൾ ഉപദേശിക്കാമെന്ന നിങ്ങൾ എന്റെ പിന്നിട്ട വഴികളെ കുറിച്ച് എന്തറിയും? എല്ലാം അറിയാൻ സാധ്യമല്ലല്ലോ, എന്നാലും കുറച്ചൊക്കെ അറിഞ്ഞു. ഇതറിഞ്ഞിട്ടുണ്ടോ? കിറുക്കനായ ഒരു ചിത്രകാരനായിരുന്നു എൻ്റെ അച്ഛൻ. ഈ കുന്നുംപുറത്തെ ഏതോ വർണ്ണഭാവങ്ങളിൽ ഉന്മാദിയായി ഒരിക്കൽ ഇവിടെ വന്നെത്തി. നിങ്ങളെപ്പോലെ നിറക്കൂട്ടുകൾ ചാലിച്ച് ചാലിച്ച് കിറുക്ക് മൂത്തപ്പോൾ ഒരു നാൾ അയാൾ ഈ കുന്നിറങ്ങിപ്പോയി. പിന്നീട് ഒരിക്കലും അയാൾ തിരിച്ചു വന്നില്ല. അയാൾ പാതി വരച്ചു വെച്ചു പോയ ഏതോ അമൂർത്ത ചിത്രത്തിൽ ഞാനും അമ്മയും അപഹാസ്യ കഥാപാത്രങ്ങളായി. തട്ടിമറിഞ്ഞു പോയ ചായക്കൂട്ട് പോലെ. കാലം പൂർത്തിയാക്കാതെ പോയ ചിത്രങ്ങൾ ചികഞ്ഞെടുത്ത വികാരം കൊണ്ടിട്ട് എന്ത് കാര്യം? വേണമെങ്കിൽ ഓർമ്മയ്ക്കായിട്ട് ഭിത്തിയിൽ തൂക്കിയിടാം. കുഞ്ഞേ, അതിനേക്കാൾ എത്രയോ നല്ല ചിത്രങ്ങൾ ഇനിയും വരച്ചു തീർക്കാറുണ്ട് ജീവിതത്തിൽ. ഞാനും അങ്ങനെയൊക്കെ കാൽപ്പനികമായി ചിന്തിച്ചതാ. കഴിഞ്ഞ കാലത്തെ കഥകളിലും സിനിമകളിലും ഒക്കെ കണ്ട പഴഞ്ചൻ കഥാപാത്രങ്ങളെ പോലെ. എൻ്റെ അമ്മയ്ക്കൊരു മോഹം ഉണ്ടായിരുന്നു, എന്നെ ഒരു BA കാരനാക്കണമെന്ന്. അമ്മയുടെ മോഹം അതിലംഘിച്ച് ഞാനൊരു MA കാരനായി. എന്തൊരു വിഡ്ഢിത്തം! യോഗ്യതാപത്രങ്ങളുമായി ജീവിക്കാൻ ഇറങ്ങിയപ്പോൾ മനസ്സിലായത് എവിടെയും നോ വേക്കൻസി. കൊട്ടാരങ്ങളിൽ വെച്ച് വളർന്ന് ലക്ഷങ്ങളും കോടികളും വാരിയെറിഞ്ഞ് പ്രൊഫഷണലുകളാകുന്ന കുബേര സന്തതികൾക്ക് മാത്രം ഈ പുതിയ ലോകത്തേക്ക് സ്വാഗതം. അല്ലാത്തവൻ ചെറ്റകൾ, ഒന്നിനും കൊള്ളാത്തവൻ. ഇനിയുള്ളത് ഞാൻ പറഞ്ഞു നിൽക്കാം. അങ്ങനെ തിരസ്കൃതനായി നിന്നതിനും പീഡിതനുമായി ജീവിതത്തിന്റെ പുറംപോക്കിൽ അലഞ്ഞു നടന്നു. ഒടുവിൽ പണമാണ് പുതിയ ലോകത്തിന്റെ പരമസത്യം എന്ന് കണ്ടെത്തി അത് നേടിയെടുക്കാൻ എന്റെ ഹീനമാർഗവും സ്വീകരിക്കാമെന്ന് ഉറച്ചു. അനുഭവങ്ങൾ പറഞ്ഞു തന്ന അതാണ്, അല്ലാത്തൊരു വഴി. നേരിന്റെ കാൽപാദങ്ങൾ പതിഞ്ഞൊരു വഴി എവിടെ തിരഞ്ഞിട്ടും എനിക്ക് കണ്ടുകിട്ടിയില്ല. സമൂഹത്തിന്റെ ശ്രേഷ്ഠ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു വച്ചതല്ല കള്ള വിഗ്രഹങ്ങൾ. കുറ്റവാളിയിൽ നിന്നും കള്ളപ്പണം പറ്റി വിധി വളച്ചടിക്കുന്ന ന്യായാധിപൻ.
അവശനായ രോഗിയുടെ ഹൃദയത്തിൽ കത്തിവെച്ച് വിലപേശുന്ന വൈദ്യശാസ്ത്രജ്ഞൻ, നിർധനനായ കുട്ടിക്ക് ജ്ഞാനം വിൽക്കുന്ന ഗുരുനാഥൻ, പൊന്നാണയം വെച്ച് തൊഴാത്തവനെ അനുഗ്രഹിക്കാത്ത ദൈവജ്ഞൻ, ഗാന്ധി തലയുടെ നോട്ടുകെട്ടുകൾ കിടക്കയാക്കി സുഖശയനം നടത്തുന്ന ജനനേതാവ്, കൈക്കൂലിയുടെ കനം നോക്കി മാത്രം കൃത്യനിർവഹണം നടത്തുന്ന ബ്യൂറോക്രസി, ഇവറ്റകൾക്കിടയിൽ ഈ കുന്നുംപുറത്തെ ചെറുക്കന്റെ ദുഷ്ചേരികൾ മാത്രം ചികഞ്ഞെടുത്ത് സാരോപദേശത്തിന് വന്നു നിൽക്കുന്ന അങ്ങ് ഏത് ശിലായുഗത്തിലെ മൂട്ട സന്യാസിയാണ്? അയ്യോ, ഞാൻ ശിലായുഗത്തിൽ നിന്ന് വന്ന സന്യാസിയല്ല. ഈ നവലോകത്തിന്റെ പകൽ വെളിച്ചത്തിലൂടെ കണ്ണും കാതും തുറന്നു വെച്ച് നടന്നു പോകുന്ന ഒരു യാത്രക്കാരനാണ്. ഒന്ന് ചോദിക്കട്ടെ, നീ പറയുന്ന ഹൃദയമില്ലാത്ത ഈ ലോകത്ത് ഒത്തിരി കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയി എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്ന ഒരമ്മയുടെയും മകളുടെയും സ്വസ്ഥത നഷ്ടപ്പെടുത്തിയിട്ട് നിനക്ക് എന്ത് നേടാനാണ്? മ്ലേച്ഛമായൊരു വാശി ജയിക്കാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് ജീവിതം വെട്ടിപ്പിടിക്കാനുള്ള വ്യഗ്രതയും തിന്മയുടെ ചെളിനിലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഹൃദയത്തിൽ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചൊരു സ്വപ്നമായിരുന്നു അവൾ. എന്റെ കാൽപാദങ്ങൾ അഴുക്കുകളിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങിയപ്പോൾ അവൾ എന്നെ വെറുക്കാൻ തുടങ്ങി. ഞാൻ അവൾക്ക് ശത്രുവായി. അതെന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ആ വേദന വളർന്ന് വാശിയായി. ഇനി ആ വാശി ജയിക്കണം. അതിന് നിങ്ങൾ ഇവിടുന്ന് പോകണം. പോയേ പറ്റൂ. പോകാം. ഒരു നിമിഷം ഒന്ന് നിൽക്കണേ. എനിക്കൊരു ജ്യേഷ്ഠനുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അയാളൊരു ചിത്രകാരനായിരുന്നു. നിറക്കൂട്ടുകളുടെ നിത്യ കാമുകനായി ഒരു നാൾ വീട് വിട്ടത്. ഒടുവിൽ എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അവശനും രോഗിയുമായിരുന്നു. അയാളുടെ മുഷിഞ്ഞ തുണിസഞ്ചിയിൽ ഇങ്ങനൊരു ചിത്രം നിധി പോലെ കാത്തു സൂക്ഷിച്ചിരുന്നു. എന്റെ അച്ഛൻ മരിച്ച ചിത്രമാണല്ലോ. ആരെയോ കാത്തിരിക്കുന്ന ഈ അമ്മയും കുഞ്ഞും ആരാണെന്നറിയോ നിങ്ങൾക്ക്? ഞാനും എന്റെ അമ്മയും. എനിക്ക് ഓർമ്മയുണ്ട്, എന്നെ മടിയിൽ വെച്ച് അമ്മ ഉമ്മറപ്പടിയിലിരുന്നത്. അച്ഛൻ ഈ ചിത്രം വരയ്ക്കാനായി. എല്ലാം ഒരു നിയോഗം പോലെ ഇവിടെ വെച്ചുള്ള ഈ കൂടിക്കാഴ്ച ഒരിക്കലും പ്രതീക്ഷിതല്ല. എങ്കിലും മനസ്സിലൊരു മോഹമുണ്ടായിരുന്നു. നിരന്തരമായ യാത്രകൾക്കിടയിൽ എവിടെ വെച്ചെങ്കിലും ആ അമ്മയും മകനെ ഒന്ന് കാണണമെന്ന്. നീ വരും, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വേണ്ട, ഇനി ഒരു പുതിയ രക്ഷകനെ എനിക്ക് ആവശ്യമില്ല. എനിക്ക് എന്റെ വഴി, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി. എന്തൊക്കെ അത്ഭുതങ്ങൾക്കാണ് നീ സാക്ഷിയാവുന്നത്. എന്നിട്ടും നീ മാത്രം എന്താണ് ഇങ്ങനെ ഭൂമിയാവുന്നത്? ഒന്നും അറിയാത്ത പോലെ. നിനക്ക് മാത്രം വാശിയില്ല, വൈരാഗ്യങ്ങളില്ല, ആർത്തിയും അഹങ്കാരവുമില്ല. അർത്ഥഗർഭമായ മൗനം മാത്രം. നിതാന്തമായ ഈ മൗനത്തിന്റെ പൊരുളെന്താണ്? ഡോക്ടർ സാറിനെ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നത്? കുന്നുംപുറത്തുള്ളവരൊക്കെ പേടിച്ച് അകത്ത് കയറി വാതകടച്ചിരിക്കുകയാണ്. കുന്നുംപുറത്ത് പ്രേത പറഞ്ഞ വാർത്ത കാട്ടു തീ പോലെ വളർന്നിരിക്കുകയാണ്. എനിക്കൊന്നും വിശ്വാസമില്ല. അയ്യോ, കാളയെ കണ്ട് പേടിച്ച് പറഞ്ഞ അവശനായ ഉപ്പായിച്ചേട്ടനെ ഞാനിതാ വീട്ടിൽ എത്തിച്ചതേ. ഉപ്പായിച്ചേട്ടനെ മക്കളും കൊണ്ടുപോയി ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഹലോ, അതെ പോലീസാണ്. പലരും പ്രേതത്തെ കിടന്ന് വിളിച്ച് പറയുന്നുണ്ട്, അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇല്ല, ഒരു പ്രശ്നവുമില്ല. കുന്നുംപുറത്തുള്ളവരൊക്കെ സുരക്ഷിതരാണ്. പോലീസ് ജാഗരൂകമാണ്. കഴിയും. വിദേശത്ത് നിന്ന് കുന്നുംപുറത്തുള്ള ആരുടെ ബന്ധുവാ ഇത്ര വേഗം വാർത്ത ആപ്പട്ടെ. എന്തൊരു സ്പീഡ്! ഹലോ, പലരും കണ്ടെന്ന് പറയുന്നുണ്ട്. അന്വേഷണം തുടരുകയാണ്. ക്യാമറയും കൊണ്ട് വരട്ടെന്ന്, ക്ലോസപ്പിന് കിട്ടുമോ? നോക്കട്ടെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, ചാനലുകാരാ, പ്രേതത്തിന്റെ ക്ലോസപ്പ് കിട്ടുമോ? ക്ലോസറ്റാ കിട്ടണേ. ഇവരൊന്നും വേറെ പണിയില്ല, മനുഷ്യനെ മനസ്സിലാക്കാൻ. സമ്മതിക്കുക. ആരാണ് ശല്യം ചെയ്യുന്നത്? അയ്യോ, സാർ. ഇല്ല സാർ, പലരും ഫോണിൽ പരാതികൾ വിളിച്ച് പറയുന്നുണ്ട് സാർ. ഒരു പ്രശ്നവുമില്ല സാർ, ജനങ്ങൾ സുരക്ഷിതരാണ്. യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല സാർ. യെസ് സാർ, യെസ് സാർ. സാർ, മുകളിൽ നിന്ന്
എത്രയും വേഗം പ്രേതത്തെ കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യണം. എന്തേ ചെയ്യാ? ആകാശം പൊട്ടി വീണെന്ന് പരാതി വന്നാലും പോലീസുകാരന് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ എന്റെ ഉള്ള ധൈര്യത്തിനൊന്ന് അന്വേഷിച്ച് നോക്കാം. എന്റെ അമ്മോ, പ്രേതം! അയ്യോ! മനസ്സിലായോ? എന്താ ഗോവിന്ദ ഇത്? ഇങ്ങനെ ഒരു രൂപമാറ്റം നിനക്ക് എന്ത് പറ്റി? ഞാൻ കോയിന്നനല്ല, കാളയാണ്. മണിയൻ കാള. ആണോ? നീ ഇതെപ്പോഴാ കാളയായത്? അയ്യോ, ഇന്നലെ പാതിരാത്രിക്ക് ഒരു കാറ്റായി, ഒരു ഉൾവിളിയായി കാളയുടെ പ്രേതം എന്നിലേക്ക് ആവാഹിക്കുകയായിരുന്നു. എന്താ വാടാ മടിയങ്കാരെ, നിനക്ക് ഞാൻ കാടിവെള്ളവും ഉണ്ടാക്കി തരും. ജീവിച്ചിരുന്നപ്പോ കുറെ തന്നിട്ടുള്ളതല്ലേ ഈ കൈകൊണ്ട്. പാലും പഴവുമേ കഴിക്കും, മുന്തിരി ജ്യൂസും കുടിക്കും, മരനീരും കുടിക്കും. എന്നെ കളിയാക്കരുത്. കളിയാക്കിയാൽ കളി ഞാൻ പഠിപ്പിക്കും. പരീക്ഷിക്കണം. അയ്യോ അരുത്, എന്നെ ദ്രോഹിക്കരുത്. ഒന്നുമില്ലെങ്കിലും നിന്നെ ഈ കുന്നുപുറത്തിട്ട് വളർത്തിയത് ഞാനല്ലേ. എനിക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. എവിടെ നിന്നോ വന്ന, ജാതി അറിയാത്ത, മതമറിയാത്ത, ഊരും പേരും അറിയാത്ത ഒരു അഹിത ജാതിക്കാരനെ ഇവിടെ കയറ്റി പൊറപ്പിച്ചിട്ടുണ്ട്. അവനാണ് ഈ കുന്നുംപുറത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത്. അവനെ ഈ തട്ടകത്തിൽ നിന്നും പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ ഞാൻ അനർത്ഥങ്ങളുടെ വിത്ത് വിതയ്ക്കും. കൊണ്ടുവാ, 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 ഒരു ലോറി കരിക്ക് കൊണ്ടുവാ. അയ്യോ, എന്തായാലും മണിയുടെ പേരും പറഞ്ഞു പോയിന്ന് ജീവിക്കാനുള്ള പുതിയ വിദ്യ കണ്ടുപിടിച്ചു. എങ്ങനെങ്കിലും ജീവിച്ചു പോട്ടെ. അത്രയ്ക്ക് തമാശയാക്കണ്ട. കുന്നുംപുറത്ത് കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാളയുടെ പേരും പറഞ്ഞാൽ അവിടെയും ഇവിടെയും ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സൂക്ഷിക്കണം. എന്റെ ഭഗവാനെ, മണിയുടെ പേരും പറഞ്ഞ് തല്ലിക്കുന്നതിന്റെ അവസരം ഉണ്ടാവും. ഞാനില്ലാത്ത സമയത്ത് എന്നെ മുറിയിൽ കയറി പറഞ്ഞിട്ടത് കിട്ടി. ഒരു മോഷ്ടാവിനെ ബലാത്സംഗത്തിൽ നിങ്ങൾ മോഷ്ടിച്ചോ? ഒന്നും മോഷ്ടിച്ചില്ല. പിന്നെ ഒരു രഹസ്യം കണ്ടുപിടിച്ചു. എന്ത് രഹസ്യം? നിങ്ങളുടെ പെട്ടിയിൽ നിന്നും എന്റെ ഏട്ടന്റെ കത്തുകൾ. ദാ, ഇത് നിങ്ങളുടെ പെട്ടിയിൽ നിന്നെടുത്തല്ല. എന്റെ ഏട്ടൻ അവസാനമായി നിങ്ങൾക്ക് എഴുതിയ കത്താണ്. ഇത് പോസ്റ്റ് ചെയ്യാൻ ഏട്ടനെ വിധി അനുവദിച്ചില്ല. മാന്യ സുഹൃത്തെ, എന്നാണ് എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ഒരപ്രതീക്ഷിത നിമിഷത്തിൽ ഈ കുന്നുംപുറത്തേക്ക് സഞ്ചരിച്ചെത്തുക. വരുമെന്ന് പറഞ്ഞ് നിങ്ങൾ വരാതിരിക്കുന്നത് എന്താണ്? എൻ്റെ ക്ഷമയെ പരീക്ഷിക്കുവാനോ? അതോ നിങ്ങളുടെ സഞ്ചാര ലോകങ്ങളിൽ ഈ കുന്നുംപുറം അപ്രസക്തമെന്ന് തോന്നിയിട്ടോ? ഇനിയും നീട്ടിവെക്കാതെ ഈ കത്ത് കിട്ടിയാൽ എത്രയും വേഗം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കുന്നിൻപുറത്തിൻ്റെ വിശ്രാന്തരാവുകളിൽ 1 or 2 ദിവസം കഥകൾ പറഞ്ഞും ഗസലുകൾ പാടിയും നമുക്ക് ചെലവഴിക്കാം. ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ അമ്മയും അനുജത്തെയും ഒരുപാട് കേട്ടിട്ടുണ്ട് എൻ്റെ വാക്കുകളിൽ നിന്നും നിങ്ങളെപ്പറ്റി. അവരും എന്നോടൊപ്പം കാത്തിരിക്കുന്നു എന്ന് സ്വന്തം അജയൻ. എല്ലാം ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇത്രയും നാളല്ലേ. എന്റെ മോൻ പറയുമായിരുന്നു നമ്മുടെയൊക്കെ കഥ എഴുതാൻ ഇവിടെ വന്ന് താമസിക്കുമെന്ന്. കഥ തേടി വന്നപ്പോ കഥ പറഞ്ഞു തരാൻ അവനില്ലാതായി. എനിക്ക് സാറിനെ കണ്ടപ്പോഴേ എന്തോ ഒരു അടുപ്പം തോന്നി. എന്റെ മോന്റെ സ്വഭാവങ്ങളൊക്കെ ഉള്ളതുപോലെ. അതാ ഞാൻ ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞത്. ഇനി ഒരു അപേക്ഷയുണ്ട്. ഇനി സാർ ഇവിടെ നിൽക്കരുത്. എത്രയും വേഗം ഇവിടുന്ന് പോണം. ഇല്ലെങ്കിൽ എന്റെ മോനെ പോലെ വേണ്ട, സാറ് പോണം. പോകരുതെന്നായിരുന്നു ഇത്രയും നാളത്തെ പ്രാർത്ഥന. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇവിടെ വന്നെത്തി പരിചയപ്പെട്ടപ്പോ മനസ്സിന് എന്തൊരു ആശ്വാസമായിരുന്നു.
സ്വന്തം മോനെ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. എല്ലാം വെറുതെ ആയിരുന്നു. ഇനി വരികണ്ട, സാറ് പോയിക്കോ. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ ഇവിടെ ജീവിച്ചോളാം. ഒരു കാള വരുത്തി വെച്ച പൊന്നാപ്പി കുന്നുംപുറത്ത് അസമാധാനത്തിന്റെ അഗ്നി പടർന്നു കഴിഞ്ഞു. വടക്കേ മുറിയിലെ കുരിശുപള്ളിയുടെ ഒരു ഓടാരോ എറിഞ്ഞുടച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സംഘർഷം. തെക്കേ മുറിയിൽ ജുമാ മസ്ജിദിന്റെ മതിലിലാരോ കരികൊണ്ട് കോരയിട്ടു എന്ന് പറഞ്ഞ അവിടെയും സംഘർഷം. നടുമുറിയിൽ ഏതോ കുടുംബക്ഷേത്രത്തിന്റെ നടപടിയിൽ ആരോ ചത്ത പൂച്ചയെ കൊണ്ടുവന്നിട്ടു എന്ന് പറഞ്ഞ അവിടെയും സംഘർഷം. ഒക്കെ കാളയുടെ പേര് പറഞ്ഞിട്ടാ വർഗീയത കുത്തിപ്പൊക്കാനുള്ള ശ്രമം. ഇനി എന്താ ഇതിന്റെ പരിഹാരം? അവസാന കൈക്ക് വെടിവെയ്പുണ്ടാകും, അതുറപ്പാ. എത്ര നിരപരാധികൾ പിടിഞ്ഞു വീഴുവാകും. സാറ് നിന്നേ. എന്താ കാര്യം? കാളയുടെ പേരിലുള്ള ഈ പേക്കൂത്തുകൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണ്ടേ? അതിനുള്ള വിദ്യയും കയ്യിലുണ്ടോ? രാത്രികാലങ്ങളിൽ കുന്നുംപുറത്ത് പ്രത്യക്ഷപ്പെടുന്നത് മണിയൻ കാളയുടെ പ്രേതമല്ല, സാക്ഷാൽ മണിയൻ കാള തന്നെയാണ്. മണിയൻ കാളയെ ആരും കൊന്നിട്ടില്ല. അതെന്ത് ടെൻഷൻ? അപ്പൊ അർത്ഥം എന്നത് ഈ കാളയല്ലേ? അല്ലെന്നേ. ആരാതൊരു മുഖംമൂടി കേട്ടോന്നേ. പുളിയത്ത് മക ഗോവിന്ദനാ. എന്താ ഗോവിന്ദ? ഈ കേട്ടത് 5-ാം വാർഡിലൊന്ന് മാറ്റാൻ പറ്റുമോ? ഗോവിന്ദൻ ഒറ്റയ്ക്കാണോ മാറ്റുന്നേ? അല്ല, വേറെ കൂടുതൽ സഹായം ഉണ്ട്. എന്തിനാ മാറ്റുന്നേ? അത് ഇത് കാണിച്ച് പഞ്ചായത്തിൽ നിന്ന് ഒരു ലോൺ എടുക്കാം. കേട്ടല്ലോ, നീ ആ കാളയുടെ കുട്ടൻസ് ഇയാള് പറഞ്ഞു. ഇവിടെ ആടോ, നിങ്ങളെല്ലാം കൂടെ അറുത്തു വന്നത് ഏത് കാളയാ? മണിയൻ കാളയാണോ? സത്യം പറ. മയക്കുവെടി വെച്ച് പിടിച്ചു കെട്ടി ലേലത്തിൽ പിടിച്ച് ചങ്ങല കിട്ട കാളയെ പുലരാൻ നേരത്ത് അറക്കാൻ ചെല്ലുമ്പോ കാണുന്നില്ല. പിന്നെന്ത് ചെയ്യും? പൂർണ്ണബുദ്ധിയായി ഈ കോയത്തിനൊരു മാർഗം ഉപദേശിച്ചു കൊടുത്തു. അതും പ്രകാരം അറവുകാരൻ ഹസനാന്റെ തൊഴുത്തിൽ നിന്ന് വെളുത്ത കാളയെ വിലയ്ക്ക് വാങ്ങി അറുത്തിറച്ചിയാക്കി മാനം കാത്തു. അപ്പൊ യഥാർത്ഥ കാളയെ ആര് മോഷ്ടിച്ചു? അതാണ് ഒരു പോലീസുകാരനായ എന്റെ ചോദ്യം. അവനെ വരട്ടണ്ട. ആ കാളയെ മോഷ്ടിച്ചത് ഞാനാണ്. അപ്പൊ മോഷണ കേസല്ലേ? അതെ. തൊണ്ടി എവിടെ കൊണ്ട് ഒളിപ്പിച്ചു? ഓട്ടിക്കിടക്കുന്ന ഖാദി ഗ്രാമവ്യവസായ സ്ഥാപനത്തിനകത്ത് കെട്ടിയിട്ടുണ്ട്. ചെന്ന് കണ്ടോളൂ. ക്ഷീണിതനാണ്. ആരും കാണാതെ ഞാൻ കൊടുക്കുന്ന ഇത്തിരി വൈക്കോലും പച്ചവളുമാണ് ഭക്ഷണം. ചെന്നാട്ടെ. മണിയൻകാളയെ ഭംഗിയായി ഒറ്റിക്കൊടുത്തല്ലേ? ഇനി സത്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ കാളയുടെ പേരിൽ ഒരു നിരപരാധിയുടെ രക്തം ഈ മണ്ണിൽ വിടാൻ ആരും സമാധാനം പറയും? അപ്പോ സാറ് ശരിക്കും എന്നെ പരാജയപ്പെടുത്തിയല്ലേ? സുഭാഷിണി, നിനക്കിത് എന്തു പറ്റി? എനിക്ക് മനസ്സിലാവുന്നില്ല നിന്റെ ഈ മാറ്റം. ആർക്കും മനസ്സിലാവില്ല. ഈ സുഭാഷിന്റെ മനസ്സ് സാറ് കാണിക്കുന്ന ഒരു മായാജാലം പോലെയാണ്. അകത്ത് എന്തൊക്കെയോ ഒളിപ്പിച്ചു വെച്ച് പുറത്ത് വിസ്മയം കാണിക്കുക. കാണുന്നവർക്കുള്ളിലെ യാഥാർത്ഥ്യം മനസ്സിലാവില്ല. ഞാൻ ഉള്ളിൽ ആശിച്ചിരുന്നു അവൻ ജയിക്കണമെന്ന്, ഞാൻ അവനോട് തോൽക്കണമെന്ന്. കിട്ടുന്ന ഓരോ അവസരങ്ങളിലും ഞാൻ അവനെ വാശി പഠിപ്പിച്ചത് അതിനു വേണ്ടിയായിരുന്നു. അവന്റെ ദുർനടപ്പുകളെ ഞാൻ അങ്ങേയറ്റം വെറുത്തിരുന്നു. ആദ്യമൊക്കെ ഞാൻ സ്നേഹം കൊണ്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പരാജയപ്പെട്ടപ്പോൾ വാശി ഒരു ആയുധമാക്കി ഞാൻ. എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ മോഹിച്ചിരുന്നു ഒരിക്കലും അവൻ നല്ലവനായി തിരിച്ചു വരുമെന്ന്, എന്നെ തോൽപ്പിക്കാൻ. ആ മോഹം കൈവിടണ്ട. ഏതായാലും വളരെ വിചിത്രമായിരിക്കുന്ന കുട്ടി നിന്റെ മനസ്സ്. ഏതായാലും നിന്റെ ആഗ്രഹമാണ്. നിന്റെ ജീവിതം സന്തോഷപ്രദമാക്കാൻ ഞാൻ കരുക്കൾ നീക്കാം. നിങ്ങൾക്ക് എന്റെ വിജയാശംസകൾ. നിങ്ങൾ ജയിച്ചിരിക്കുന്നു, ഞാൻ തോറ്റിരിക്കുന്നു. തോറ്റവൻ യുദ്ധക്കളത്തിൽ ഭീരുവായി കീഴടങ്ങും, അല്ലാത്തവൻ മ്ലേച്ഛനായി നാടുപേക്ഷിച്ചു പോകണം. ഞാൻ നാടുപേക്ഷിച്ചു പോകാൻ തീരുമാനിച്ചു. ഭാഷണി, കഴിഞ്ഞതൊക്കെ മറക്കുക. നിനക്കെന്റെ വിജയാശംസകൾ. ഒരു പിൻവിളി പോലും പ്രതീക്ഷിക്കുന്നില്ല എന്നറിയാം. എന്നാലും ഒന്ന് മനസ്സിലാക്കണം. ആകാശം നിറയെ സ്നേഹം വിടർത്തി വെച്ച് പരിഭവങ്ങളുടെ മഴമേഘങ്ങൾ കൊണ്ട് അവർ മറച്ചു വെച്ച് ഒരു ഹൃദയം വിരൽ തൊടാൻ ദൂരത്ത് കാത്തു നിൽക്കുന്നു. മെല്ലെ ഒന്ന് വിരൽ തൊട്ടാൽ മതി, മഴമേഘങ്ങൾ പെയ്തൊഴിയും. ശരി.
എന്നെ കൊല്ലം കൊണ്ടുവന്ന ഗുണ്ടകളാണ്. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഞാനൊരു രഹസ്യാന്വേഷകനോ നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ താളം തെറ്റിക്കാമെന്നൊരു വിധ്വംസക പ്രവർത്തകനുമല്ല. ഞാൻ ഒരു കഥയെഴുത്തുകാരൻ. ഇപ്പൊ നിങ്ങളൊക്കെ എൻ്റെ കഥയിലെ കഥാപാത്രങ്ങളാണ്. ഇനി ഒരു കാര്യം ചെയ്യേ, ഉപ്പാച്ചേട്ടൻ കണക്ക് ബുക്കൊക്കെ എടുത്ത് നേരെ വെച്ചോ കേട്ടോ. ഒരു കാര്യം ചെയ്യേ, ഒരു ധന്യ മുഹൂർത്തത്തിന് സാക്ഷികളായിട്ട് നിങ്ങളൊക്കെ ഇവിടുന്ന് പോയാൽ മതി. സുഭാഷിണി അതെ, സ്നേഹം മറച്ചു വയ്ക്കാനുള്ള നല്ല കുട്ടി പ്രകടിപ്പിക്കാനുള്ളതാണ്. വിളിക്കൂ, നിറഞ്ഞ മനസ്സോടെ വിളിക്കൂ കുട്ടി. അപ്പൊ എല്ലാവരും കൂടി എന്നെ വിട്ടിയാക്കുമായിരുന്നു അല്ലേ? കാര്യമൊക്കെ ശരി. ഇനി വല്ല കുറ്റങ്ങളും കാണിച്ച അടിച്ച് ഞാൻ രണ്ടിനെ പുറത്താക്കും. അമ്മച്ചിക്ക് വിളിച്ചിട്ടില്ല. അമ്മച്ചിക്ക് ഒരു പൂവരട്ടെ. അപ്പോഴേ ഇമ്മണി വലിയൊരു ഈ ഭൂമി ലോകത്തിലെ ഇത്തിരി പോകുന്ന മനുഷ്യരല്ലേ നമ്മൾ. ഇന്ന് വരുന്നു, നാളെ മടങ്ങും. കൊണ്ടുവരുന്നില്ല കൂടെ ഒന്നുമേ, കൊണ്ടുപോകുന്നുമില്ല, അത് സത്യം. നേരാണ്. വരുമ്പോ ഒന്നും കൊണ്ടുവരുന്നില്ല, പോകുമ്പൊന്നും കൊണ്ടുപോകണില്ല. എല്ലാ വിശേഷം അറിയാം, പക്ഷെ ജീവിതത്തിലില്ലെന്നേ ഉള്ളൂ. പിന്നെ എന്തിനാണോ വാശിയും വൈരാഗ്യവും മുണയും ഏഷണിയും കൊണ്ട് ഈ കൊച്ചു ജീവിതം നശിപ്പിച്ചു കളയുന്നത്? നിങ്ങളൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കുന്നംപുറം സ്വർഗത്തെക്കാൾ സുന്ദരമാകും. ഈശ്വരൻ പോലും ഒരു ദിവസം ഇവിടെ ഒന്ന് വിരുന്ന് വരാൻ കൊതിക്കും. മകൾ മണിയങ്കാള, പ്രേതമല്ല, സാക്ഷാൽ മണിയങ്കാള. അനീതിക്കും അക്രമത്തിനെതിരെ പ്രതികരിക്കാൻ നിങ്ങൾക്ക് കൂട്ടിനായി ഈ മണിയങ്കാള നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. ഞാൻ പോയാലും വായിച്ചോട്ടോ. എന്താണ് പെണ്ണും പിള്ളേരുടെ വേഴ്സ് എടുത്ത് നടക്കുന്നത്? ഇത് അവളുടെ ബാഗല്ല, പിന്നെ പ്ലാസ്റ്റിക് കൂട് നിരോധിച്ചേക്കാണല്ലോ. കടലാസിന്റെ കൂടിന് ഓർഡർ കൊടുത്തിട്ട് വരണം. ഇതൊക്കെ സാമ്പിൾ സാമ്പിളാണല്ലേ? ഞാനോട് ഇതിനകത്ത് എന്തേലും കാണുമോ? ഒന്നുമില്ല. അയ്യോ, എന്തേലും വേണ്ടേ? ഒന്നുമില്ലേ? കണ്ണും കാതും പൊട്ടിക്കോ കിണ്ണം കട്ടോൻ രാജാവ് കണ്ണും കൊണ്ടും നിന്നാലോ വട്ടും വളയും കട്ടായം. മാജിക് 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 മാജിക്. ആഗതൻ ഒരു വ്യക്തിയല്ല, എല്ലാ മനുഷ്യന്റെയും ഉള്ളിന്റെ ഉള്ളിലുള്ള സ്വപ്നമാണ്, സങ്കല്പമാണ്.